യുക്രൈൻ പ്രസിഡന്റിന്റെ സമാധാന ചർച്ചാ നിർദ്ദേശത്തിന് മറുപടിയായി റഷ്യയും തയ്യാറാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് മോസ്കോയിലെ വിമാനത്താവളങ്ങൾ അടച്ചു. 144 യാത്രാ വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ജെയിംസ് സാറിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് ജെയിംസ് സാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? സ്മിത, ക്രിസ്റ്റീന, ഒരു കാര്യം വ്യക്തമായി, അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് റഷ്യയുടെ വലിയ ആക്രമണമാണ് യുക്രൈനിൽ നടന്നത്. 11 പ്രവിശ്യകളിൽ നിരവധി 300-ലേറെ ഡ്രോണുകൾ 30 ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് മരണവും നാശവും വിതയ്ക്കുകയായിരുന്നു. അതിന് തിരിച്ചടി എന്നോണമാണ് ഏതാണ്ട് 250ഓളം ഡ്രോണുകളുമായിട്ട് യുക്രൈൻ റഷ്യയുടെ ഉള്ളിൽ കയറി, അതിന് ഉള്ളിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനമായിട്ടുള്ള മോസ്കോയിൽ കയറി ആക്രമണം നടത്തി. അവിടെ 144 യാത്രാ വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. വിമാനത്താവളങ്ങളെല്ലാം അടച്ചിടേണ്ടി വന്നു. കഴിഞ്ഞ മെയ്യിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായതാണ്. 500 ഡ്രോണുകളുമായി യുക്രൈൻ ആക്രമിച്ചപ്പോൾ 60,000 യാത്രക്കാർ കുടുങ്ങിപ്പോയി. എല്ലാ വിമാനത്താവളങ്ങളും ഇതുപോലെ അടച്ചിടേണ്ടി വന്നു. ഇന്നലെ തന്നെ പറയുന്നത് കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ 10 തവണ മോസ്കോയ്ക്ക് വിമാനത്താവളങ്ങൾ പല തവണയായിട്ട് അടച്ചിടേണ്ടി വന്നു എന്നാണ്. അടയ്ക്കും, പിന്നീട് തുറക്കും, വീണ്ടും ആക്രമണം വരും. ആ രീതിയിൽ വലിയൊരു പൊരുതലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നത്. ഇന്നലെ വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു, ഞങ്ങൾ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇന്ന് പുടിൻ പറഞ്ഞിരിക്കുന്നു, ഒരു പക്ഷേ ഇന്ന് സൗദി അറേബ്യയിൽ ചർച്ച ആരംഭിക്കുമെന്നുള്ള ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്. പക്ഷേ വലിയ നിബന്ധനകളാണ് റഷ്യൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമല്ല. 20% പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് റഷ്യക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വൊളോഡിമിർ സെലൻസ്കിയും ഉക്രൈൻ ഭരണകൂടവും തയ്യാറാവുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഡ്രോൺ യുദ്ധം, പുതിയ ആധുനിക യുദ്ധതന്ത്രത്തിൽ ഇത് തന്നെയാണ് ഉക്രൈനിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും ഈ ഭീഷണിയുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഉടനെ അവസാനിപ്പിക്കണം, ഇപ്പോൾ പറഞ്ഞ 50 ദിവസത്തിനുള്ളിൽ റഷ്യ അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതിനിടയിൽ ഒരു പുതിയ വാർത്ത കൂടി ഉള്ളത്, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് $47 കൊടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കൊടുത്താൽ ഉപരോധം വരുമെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ $60 അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില. $47 നേരത്തെ $65 നേരത്തെ അത് $80 ആയിരുന്നു. അന്ന് $60 നിശ്ചയിച്ചിരുന്നു. ഇന്ത്യക്ക് ഒരു തരത്തിൽ അത് നല്ലതാണ്. ഇന്ത്യ 35% എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്ന് വില കുറവിന് എണ്ണ കിട്ടുമെന്നുള്ളൊരു ഒരു പരോക്ഷമായൊരു ഗുണം ഇന്ത്യക്കുണ്ട്. ക്രിസ്റ്റീന, സ്മിത. പി ജെയിംസ് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. ജെയിംസ് സാറേ, നമ്മൾ ഈ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴെങ്കിലും ഇതിനൊരു അന്ത്യമാകട്ടെ. ഓരോ പ്രാവശ്യവും പുടിൻ പറയുന്നു ചർച്ചകൾക്ക് തയ്യാറാണ്, പക്ഷേ ഉപാധികളോടുകൂടി മാത്രം എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഇതിങ്ങനെ ഇതൊരു തരം തട്ടിപ്പാണ് സ്മിത. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പേരിൽ പൊടിയിടുക, ഞാൻ സമാധാനത്തിന്റെ ആളാണെന്ന് അറിയിക്കുക, എന്നിട്ട് മറുഭാഗത്തോട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു തരത്തിൽ ഇവരെയൊക്കെ വിളിക്കേണ്ടത് സൈക്കോപാത്തുകൾ എന്നാണ്. താങ്ക് യു. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം ഇന്റർനാഷണൽ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ.